അങ്ങനെ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികാരം അങ്ങനെ ചൈനയിലേക്ക് കൈമാറുന്നതും നമുക്ക് കാണാൻ കഴിയും. പ്രസിഡന്റ് ട്രംപിന്റെ ചൈന സന്ദർശനത്തെ അങ്ങനെ അല്ലാതെ വിലയിരുത്താൻ കഴിയില്ല. ഇത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു സന്ദർശനമായിരിക്കും. നിരുപാധികം കീഴടങ്ങിയിരിക്കുകയാണ് പ്രസിഡന്റ് ട്രംപ്. അമേരിക്ക പൂർണ്ണമായിട്ട് ചൈനയുടെ അപ്രമാദിത്വത്തെ അംഗീകരിക്കുകയാണ്. ഏതാണ്ട് 9 വർഷത്തിനോ മറ്റോ ശേഷമാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചൈനയിലോട്ട് എത്തുന്നത്. സോ ഇവിടെ കൃത്യമായ ആ ദൃശ്യങ്ങൾ, ആ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് ആ ഒരു കൂടിക്കാഴ്ചയിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് വളരെ വ്യക്തമായി നമുക്ക് കാണാം. ഒരു സിംഗിൾ റീസൺ പോലും പ്രസിഡന്റ് ട്രംപിന് ആ ഒരു കൂടിക്കാഴ്ചയിൽ മുന്നിലേക്ക് വരാൻ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. പൂർണ്ണമായും ചൈനീസ് പ്രസിഡന്റിന്റെ ഡോമിനേഷൻ എല്ലാ അർത്ഥത്തിലും ശരീരഭാഷയിൽ നിന്ന് നമുക്കത് കാണാൻ കഴിയും. എന്താണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് സംഭവിച്ചത്? ഇനി മുതൽ ചൈനയാണോ ലോകത്തെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പകരം അമേരിക്കയുടെയും മുകളിലേക്ക് ചൈന എത്തിയിരിക്കുകയാണോ? 2010-11 കാലഘട്ടത്തിലൊക്കെ ചൈനയുടെ GDP 7.5-8 ട്രില്യൺ ഒക്കെ ആയിരുന്നു. അതേ കാലയളവിൽ അമേരിക്കയുടെ GDP 15 ട്രില്യൺ ആയിരുന്നു. 2020 ഒക്കെ ആയപ്പോൾ അമേരിക്കയുടെ GDP 25 ട്രില്യണിലോട്ട് പോകുമ്പോൾ ചൈനയുടെ GDP 14 ട്രില്യൺ പിന്നിട്ട് 15 ട്രില്യൺ വരെ എത്തി. ഇന്നിപ്പോൾ ചൈനയുടെ GDP 20 ട്രില്യൺ പിന്നിടുകയാണ്. അമേരിക്കയുടേത് 30 ട്രില്യനുമായിട്ട് മാറുകയാണ്. ചൈനയും അമേരിക്കയും തമ്മിലുള്ള GDP വ്യത്യാസം കുറഞ്ഞു വരികയാണ്. 2010 അമേരിക്കയുടെ നേര് പകുതിയായിരുന്നു ചൈനയുടെ GDP എങ്കിൽ ഇപ്പോൾ അതിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു ഗ്യാപ്പ് കുറഞ്ഞു വരികയാണ് ഒരു വശത്ത്. രണ്ടാമത്, വാങ്ങൽ ശേഷിയുടെ കാര്യത്തിൽ, GDP പർച്ചേസ് പവറിന്റെ കാര്യത്തിൽ ചൈന അമേരിക്കയെ മറികടന്നു കഴിഞ്ഞു. ഏകദേശം 40 ട്രില്യന് മുകളിലാണ് ചൈനയുടെ GDP പർച്ചേസ് പവർ പാരിറ്റി. അമേരിക്കയുടെ 30 ട്രില്യനോ മറ്റോ തന്നെയാണ് ഇപ്പോഴും. ഇന്ത്യയാണ് തൊട്ട് പുറകിൽ മൂന്നാമതായിട്ടുള്ളത്. ഏതാണ്ട് 19 ട്രില്യൺ ആണ് ഇന്ത്യയുടെ GDP പർച്ചേസ് പവർ പാരിറ്റി എന്ന് പറയുന്നത്. ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്ത്യ അമേരിക്കയെ പർച്ചേസ് പവർ പാരിറ്റിയിൽ മറികടക്കുമോ എന്ന് അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ വളർച്ചയെ തടയാനായിട്ട് ഇപ്പോഴേ അമേരിക്ക ശ്രമിച്ചു തുടങ്ങുന്നത്. ചൈനയുടെ കാര്യത്തിൽ വന്ന വീഴ്ച ഇവിടെ ഉണ്ടാകരുത് എന്ന് അമേരിക്ക കണക്കാക്കുന്നു. പക്ഷേ അമേരിക്കയ്ക്ക് ചൈനയുടെ കാര്യത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ല, ഒരു ഓപ്ഷനും ബാക്കിയില്ല. ചൈന ഓൾറെഡി എല്ലാ രീതിയിലും അമേരിക്ക ചൈന റിലേഷൻസിൽ ഡോമിനേറ്റ് ചെയ്യുവാണ്. എന്ന് വെച്ചാൽ അത്രമാത്രം US ചൈനയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ് എന്നതാണ് വാസ്തവം. ഇപ്പോഴും പെർ ക്യാപിറ്റ അമേരിക്ക തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. GDP പെർ ക്യാപിറ്റയിൽ, ടെക്നോളജിയിൽ, ടോട്ടൽ GDPയിൽ ഒക്കെ അമേരിക്ക മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും US ചൈന റിലേഷനിൽ ബാർഗെയിൻ ചെയ്യുന്ന സമയത്ത്, നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഡോമിനേഷൻ വരുമ്പോൾ അത് ചൈനയ്ക്കാണ്. ചൈനയുടെ നിലപാടുകളെ അംഗീകരിച്ചു കൊടുക്കേണ്ടതായിട്ട് അമേരിക്കയ്ക്ക് വരുന്നു. ഇന്ത്യയുടെ കാര്യത്തിൽ ഇപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്നത് അമേരിക്കയാണ്. കാരണം ഇന്ത്യക്ക് അമേരിക്കൻ വിപണി വളരെ പ്രധാനപ്പെട്ടതാണ്. സാങ്കേതിക വിദ്യ കൈമാറ്റത്തിൽ ഇന്ത്യ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ തേജസ് വിമാനങ്ങളുടെ എഞ്ചിൻ നമ്മൾ അമേരിക്കയിൽ നിന്നാണ് വാങ്ങുന്നത്. അമേരിക്ക ഇന്ത്യ റിലേഷനിൽ അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു മേൽക്കൈയുണ്ട്. എന്നാൽ ചൈന അമേരിക്ക റിലേഷന്റെ കാര്യം വരുമ്പോൾ അമേരിക്കയുടെ മേൽ ചൈനയ്ക്കാണ് മേൽക്കൈയുള്ളത്. അത് കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി ചൈന കൈവരിച്ച പുരോഗതി കൊണ്ടുകൂടിയാണ്. ഇന്ത്യക്ക് ഒരു പക്ഷേ അമേരിക്കയുടെ മേൽ ആ ഒരു മേൽക്കൈ വരണം എന്നുണ്ടെങ്കിൽ 2035-40 വരെയൊക്കെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അതായത് ഒരു 10-15 വർഷം നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. എന്നാൽ ചൈന ആ ഒരു കാലഘട്ടം പിന്നിട്ടിരിക്കുകയാണ്. ഇനി ചൈനയ്ക്ക് അമേരിക്കയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിമാൻഡ് ചെയ്യാം. നമ്മൾ ഇത് കണ്ടത് ട്രംപിന്റെ താരിഫ് യുദ്ധ സമയത്താണ്. താരിഫ് യുദ്ധ സമയത്ത് അമേരിക്ക ഇന്ത്യയുടെ മേൽ താരിഫ് അടിച്ചു ചുമത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് റിയാക്ട് ചെയ്യാൻ പോയില്ല, ചൊറിയാൻ പോയില്ല. കാരണം ചൊറിഞ്ഞാൽ നമുക്ക് പണി വരുമെന്ന് നമുക്കറിയാം. ട്രംപിനെ പ്രൊവോക്ക് ചെയ്തില്ല. നമ്മൾ മറ്റു വഴികൾ തേടി സൈലന്റ് ആയിട്ടിരുന്നു. നമ്മൾ തിരിച്ച് അമേരിക്കയുടെ മേൽ താരിഫ് കൂടുതൽ ചുമത്തി പ്രൊവോക്ക് ചെയ്തില്ല. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു പൊസിഷനിലല്ല, അപ്പോഴും ഇപ്പോഴും അല്ല. നമ്മൾ ഇവിടെ പവർ ബാലൻസ് നോക്കുന്ന സമയത്ത് ഇന്ത്യയേക്കാൾ പവർഫുൾ ആണ് അമേരിക്ക. എന്നാൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള പവർ നമ്മൾ നോക്കുന്ന സമയത്ത് അമേരിക്കയുടെ മേൽ പല മേഖലയിലും ചൈനയ്ക്ക് ഡോമിനേഷൻ ഉണ്ട്. പ്രത്യേകിച്ച് ഈ റെയർ എർത്ത് മിനറൽസിന്റെ കാര്യത്തിൽ അതിന്റെ ടോട്ടൽ വേൾഡിലെ മൊത്തം ഉൽപാദനവും അതിന്റെ വ്യാപാരവും കൺട്രോൾ ചെയ്യുന്നത് ചൈനയാണ്. ഈവൻ അമേരിക്കൻ കമ്പനികൾക്ക് പോലും ചൈനയുടെ സഹായം ഇല്ലാതെ റെയർ എർത്ത് മിനറൽസ് കണ്ടെത്താൻ കഴിയില്ല എന്നൊരു സ്ഥിതി ഇന്ന് ഉണ്ടായിട്ടുണ്ട്.
ഇന്ത്യയുടെ മേൽ താരിഫ് യുദ്ധത്തിന് വരുന്നതിന് മുന്നേ ട്രംപ് ആദ്യം ചെയ്തത് ചൈനയുമായിട്ടൊന്ന് കൊമ്പ് കോർത്തു. ചൈന എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലേക്കുള്ള റെയർ എർത്ത് മിനറൽസിന്റെ കയറ്റുമതി നിർത്തിവെച്ചു. അമേരിക്കയുടെ മേലും താരിഫ് ചുമത്താൻ ആരംഭിക്കുകയും ചെയ്തു. ഇത് അമേരിക്കൻ എക്കണോമിയെ ബാധിക്കും. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ഈ അമേരിക്കയും ചൈനയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് വളർന്ന രണ്ട് രാജ്യങ്ങളാണ്. എന്ന് വെച്ചാൽ അമേരിക്കൻ എക്കണോമിയും ചൈനീസ് എക്കണോമിയും ഒരേപോലെ ബെനിഫിറ്റ് നേടി വളർന്നവരാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്നതുപോലെയാണ്. ഏതെങ്കിലും കാരണവശാൽ ചൈനീസ് എക്കണോമി തകർന്നാൽ ഇൻഡയറക്ട്ലി അത് അമേരിക്കൻ എക്കണോമിയെ ബാധിക്കും. അമേരിക്കയിലെ മൾട്ടിനാഷണൽ കമ്പനികൾക്കെല്ലാം ചൈനയിൽ അത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ലോകത്തെ മുൻനിര കമ്പനികളൊക്കെ ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പല കമ്പനികളുടെയും പ്രൊഡക്ഷൻ നടക്കുന്നത് ചൈനയിലാണ്. ചൈനയിൽ പ്രൊഡക്ഷൻ നടന്നാലേ അമേരിക്കൻ കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റൂ. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ടാണ് പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ ചൈനയോട് സൗഹൃദത്തിന്റെ കരങ്ങൾ നീട്ടി അങ്ങോട്ട് വലിഞ്ഞു കയറി പോയിരിക്കുന്നത്. നാണക്കേടാണ്. ലോകശക്തി എന്ന് അഹങ്കരിച്ചിരുന്ന അമേരിക്കയുടെ അഹങ്കാരം ചൈനയുടെ മുന്നിൽ ഏതാണ്ട് അവസാനിച്ചു എന്ന് തന്നെ പറയാം. അതായത് ട്രംപും ഷി ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ചകളിൽ ശരിക്കും മനഃശാസ്ത്രപരമായ ഒരു പോരാട്ടം നമുക്ക് പ്രകടമായി കാണാൻ കഴിയും. അമേരിക്ക മറ്റ് രാജ്യങ്ങളോട് കാണിക്കുന്ന ആധിപത്യം ചൈനയുടെ കാര്യത്തിൽ അല്പം പതറുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതായത് ബോഡി ലാംഗ്വേജിലെ വ്യത്യാസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് വളരെ നിയന്ത്രിതമായിട്ടുള്ള എന്നാൽ ഉറച്ച ബോഡി ലാംഗ്വേജ് കാണിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം ഒരു സ്ഥിരതയുള്ള നേതാവ് എന്ന ഇമേജ് നിലനിർത്തിക്കൊണ്ട് നിൽക്കുന്നത് കാണാം. എന്നാൽ ഡൊണാൾഡ് ട്രംപ് കൂടുതൽ പ്രവചനാതീതമായ പെരുമാറ്റ രീതിയാണ് പിന്തുടരുന്നത്. ഷിയുടെ നിശബ്ദമായ ആത്മവിശ്വാസത്തിന് മുന്നിൽ ട്രംപിന്റെ ചടുലമായ നീക്കങ്ങൾ പലപ്പോഴും ദുർബലമായി അല്ലെങ്കിൽ അസ്വസ്ഥമായിട്ടാണ് കാണപ്പെടുന്നത്. മാത്രമല്ല പ്രസിഡന്റ് ട്രംപിനോട് മുഖത്ത് നോക്കി ചൈന ഒരു കാര്യം കൂടി പറഞ്ഞു. നമ്മൾ അമേരിക്കയും ചൈനയും തൂസിസൈഡ് ട്രാപ്പിൽ വീടരുത്. എന്താണ് ഈ തൂസിസൈഡ് ട്രാപ്പ് എന്ന് പറയുന്നത്? ഷി ജിൻപിങ് സൂചിപ്പിച്ച തൂസിസൈഡ് ട്രാപ്പ് എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര സിദ്ധാന്തമാണ്. പുരാതന ഗ്രീസിലെ ചരിത്രകാരനായിട്ടുള്ള തൂസിസൈഡ്സ് നിരീക്ഷിച്ച ഒരു കാര്യത്തിൽ നിന്നാണ് ഈ പേര് വന്നത്. BC 5-ാം നൂറ്റാണ്ടില് നിലവിലുണ്ടായിരുന്ന ഗ്രീക്ക് ശക്തിയായിട്ടുള്ള സ്പാർട്ടയും അതിവേഗം വളർന്നു വന്ന ഏതൻസും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചാണ് ഇങ്ങനെ ഒരു നിരീക്ഷണം അദ്ദേഹം നടത്തിയത്. ഏതൻസിന്റെ വളർച്ചയും അത് സ്പാർട്ടയിൽ ഉണ്ടാക്കിയ ഭയവുമാണ് യുദ്ധം അനിവാര്യമാക്കിയത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇതിന്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിലവിൽ ഒന്നാമനായിട്ട് നിൽക്കുന്ന ഒരു രാജ്യം, ഉദാഹരണത്തിന് ഇന്ന് അമേരിക്ക എടുക്കാം, വളർന്നു വരുന്ന രാജ്യത്തിന്റെ നീക്കങ്ങളെ സംശയത്തോടെയാണ് കാണുക. തങ്ങളുടെ മേധാവിത്വം നഷ്ടപ്പെടുമോ എന്ന ഭയം നിലവിലെ ഒന്നാമനായ രാജ്യത്തെ പ്രതിരോധത്തിലാക്കും. പുതിയതായി ശക്തി പ്രാപിക്കുന്ന ഒരു രാജ്യം, ഉദാഹരണത്തിന് ചൈന, ലോകക്രമത്തിൽ തങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പഴയ നിയമങ്ങൾ മാറ്റാൻ അവർ ശ്രമിക്കും. സ്വാഭാവികമായിട്ട് ഈ രണ്ട് ശക്തികളും തമ്മിലുള്ള ഉരസലുകൾ ചെറിയൊരു പ്രകോപനം ഉണ്ടായാൽ പോലും വലിയൊരു യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങളുണ്ട്. കഴിഞ്ഞ 500 വർഷത്തിനിടയിൽ ഇത്തരത്തിൽ 16 സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ 12 എണ്ണവും അവസാനിച്ചത് അതിഭീകരമായ യുദ്ധങ്ങളിലാണ്. ഒന്നാം ലോക മഹായുദ്ധം ബ്രിട്ടന്റെ ആധിപത്യത്തിന് ജർമ്മനിയുടെ വളർച്ച ഭീഷണിയായപ്പോൾ ഉണ്ടായതാണ്. സമാനമായ ഒരു യുദ്ധം കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒഴിഞ്ഞുപോയതാണ് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ. അത് അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് എന്താണ് ട്രംപിനെ ഓർമ്മിപ്പിച്ചത്? അത്തരം ഒരു സാഹചര്യത്തിൽ പോയി നമ്മൾ പെടരുത്, ചൈനയും അമേരിക്കയും അങ്ങനെ ഒരു കെണിയിൽ പെടരുത് എന്നാണ് പറഞ്ഞത്. ഒരു പ്രബല ശക്തിയായിട്ട് അമേരിക്ക നിലനിൽക്കുമ്പോൾ മറ്റൊരു പുതിയ ശക്തി വളർന്നു വരികയും അത് നിലവിലുള്ള ശക്തിക്ക് ഭീഷണിയാവുകയും ചെയ്യുമ്പോൾ അനിവാര്യമായി വരുന്ന യുദ്ധമെന്ന ട്രാപ്പിൽ പെടാതെ തങ്ങൾ മാറി നിൽക്കണം എന്നാണ് ഗ്രീക്ക് ചരിത്രകാരനായിട്ടുള്ള ഈ തൂഡിസൈഡ്സിനെ അവിടെ ഉദ്ധരിച്ചുകൊണ്ട് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് ട്രംപിനെ ഓർമ്മിപ്പിച്ചത്. ഇത് അമേരിക്കയ്ക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഷി ജിൻപിങ്ങിന്റെ. നാളെ തായ്വാനെ ചൈന പിടിച്ചെടുക്കാൻ നോക്കിയാൽ അത് ഒരു തൂസിസൈഡ് ട്രാപ്പ് ആണെന്നും ആ ട്രാപ്പിലേക്ക് അമേരിക്ക വന്ന് വീഴരുത് എന്നും, ചൈനയെ ചൈനയുടെ വഴിക്ക് വിടുക, ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ വളർന്നുകൊള്ളാം, അമേരിക്ക ഞങ്ങളോട് ഏറ്റുമുട്ടാൻ നിൽക്കേണ്ടതില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടി പ്രസിഡന്റ് ഷിയുടെ വാക്കുകളിലുണ്ട്. ഇനി അമേരിക്ക ആഗ്രഹിച്ചാലും പെട്ടെന്നൊന്നും ചൈനയുമായി യുദ്ധം ചെയ്യാൻ അവർക്ക് കഴിയില്ല. അത്രമാത്രം US ചൈനയുമായി ഡിപ്പെൻഡഡ് ആണ്. യൂറോപ്പിനോടോ മറ്റ് ചെറിയ രാജ്യങ്ങളോടോ കാണിക്കുന്ന കടുത്ത നിലപാട് കാണിക്കാൻ ചൈനയോട് അമേരിക്കയ്ക്ക് കഴിയില്ല. അമേരിക്കയുടെ സാമ്പത്തിക രംഗത്ത് ചൈനയ്ക്ക് വലിയ നിക്ഷേപമുണ്ട്. ആപ്പിൾ മുതൽ ഒട്ടുമിക്ക അമേരിക്കൻ കമ്പനികളുടെ നട്ടെല്ലായ ഫാക്ടറികൾ ചൈനയിലാണ്. അതായത് ചൈനയെ പിണക്കുന്നത് അമേരിക്കൻ വിപണിയെ തന്നെ തകർക്കും എന്ന തിരിച്ചറിവ് ട്രംപിന് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്.
ട്രംപിന് ഓരോ 4 വർഷം കൂടുമ്പോഴും ജനവിധി നേരിടണം, ആഭ്യന്തര വിമർശനങ്ങൾ കേൾക്കണം. എന്നാൽ ഷി ജിൻപിങ് ചൈനയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരമുള്ള നേതാവാണ്. ഈ രാഷ്ട്രീയ സുരക്ഷിതത്വം ഷി ജിൻപിങ്ങിന് കൂടുതൽ ആത്മവിശ്വാസവും വിലപേശൽ ശേഷിയും നൽകുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാരണം. ചുരുക്കത്തിൽ അമേരിക്കൻ സാമ്രാജ്യം ഇന്ന് ചൈനയുടെ വലിയ വളർച്ചയിൽ സ്തംഭിച്ചു നിൽക്കുകയാണ്. ചൈനയ്ക്ക് വലിയ ജനസംഖ്യയുണ്ട്. കീഴ്പ്പെടുത്താൻ കഴിയാത്ത ലോകത്തെ 3-4 രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന. ഈ ലോകത്ത് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിയാത്ത രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയെ പൂർണ്ണമായി ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ലോകത്ത് ഒരു രാജ്യത്തിനും കഴിയില്ല. റഷ്യൻ ഫെഡറേഷനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ലോകത്തിന് ഒരു രാജ്യത്തിനും കഴിയില്ല. നമ്മുടെ ഇന്ത്യയെ പൂർണ്ണമായി ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ലോകത്തിന് ഒരു രാജ്യത്തിനും കഴിയില്ല. അതുപോലെ തന്നെ ചൈനയെയും ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. അതിന് പ്രധാന കാരണങ്ങൾ, ഒന്ന് രാജ്യത്തിന്റെ വലിപ്പമാണ്. ബ്രിട്ടൻ ഒരു കാലത്ത് ഇന്ത്യയെ കീഴ്പ്പെടുത്തിയത് പല പല നാട്ടുരാജ്യങ്ങളായിട്ട് ഇന്ത്യ കിടന്ന സമയത്തും പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരുന്ന നാട്ടുരാജ്യങ്ങളായിരുന്നപ്പോഴുമാണ്. ഒരു രാജ്യത്തിനെ മറ്റേ രാജ്യത്തിനെതിരായിട്ടുള്ള യുദ്ധത്തിന് സഹായിക്കുന്നു, ആ സഹായത്തിന് പകരമായിട്ട് കുറച്ച് നേട്ടം ഉണ്ടാക്കുന്നു. അങ്ങനെ തമ്മിലടിച്ചിരുന്ന രാജ്യങ്ങളെ കൂടുതൽ തമ്മിലടിപ്പിച്ച് ഒരാളെ കൂടെ നിന്ന് മറ്റൊരാളെ അടിച്ച്, മറ്റൊരാളുടെ കൂടെ നിന്ന് അടുത്തയാളെ അടിച്ച്, ഇങ്ങനെ പടിപ്പടിയായിട്ടാണ് ഇന്ത്യയെ കീഴ്പ്പെടുത്തിയത് ബ്രിട്ടൻ. എന്നാൽ ഇന്ത്യ ഒരു മഹാസാമ്രാജ്യമായിരുന്ന സമയത്ത് വിദേശ ശക്തികൾക്ക് ഇന്ത്യയെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഉദാഹരണത്തിന് മൗര്യ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ അന്ന് ഇന്ത്യ അന്നത്തെ ഗ്രീക്കുകാരെയും അതുപോലെ ഏഷ്യയിലെ മറ്റ് രാജാക്കന്മാരെയും മിഡിൽ ഈസ്റ്റിലെയും ഒക്കെ ഭരണാധികാരികളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. വിശാലമായ ഒരു യുണൈറ്റഡ് ഇന്ത്യ ആയിരുന്നു അന്ന്. ഇന്നത്തെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യ യുണൈറ്റഡ് ഇന്ത്യയാണ്. ഒറ്റ ശക്തിയാണ്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ മേജർ പവറാണ്. 145 കോടി ജനങ്ങളുള്ള വലിയൊരു സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയുമാണ്. ഇന്ന് ഇന്ത്യയെ പരാജയപ്പെടുത്താൻ റഷ്യക്കോ അമേരിക്കയ്ക്കോ ചൈനയ്ക്കോ പൂർണ്ണമായി കഴിയില്ല. അതുപോലെ തന്നെ 140 കോടി ജനങ്ങളുള്ള ചൈനയെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് അമേരിക്കയെ കൊണ്ടും കഴിയില്ല. അപ്പൊ ചൈനയുമായി യുദ്ധത്തിന് വരേണ്ടതില്ല, വന്നാൽ അത് അമേരിക്കയ്ക്ക് തന്നെ ദോഷം ചെയ്യും എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഷി ജിൻപിങ് നേരിട്ടിന്ന് കൊടുത്തത്. ഇതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ട്രംപ് ചൈനയുമായിട്ട് ഇനി സൗഹൃദത്തിലൂടെ പോകാനായിരിക്കും ശ്രമിക്കുക. യുദ്ധമുണ്ടാക്കിയാൽ അത് അമേരിക്കൻ സാമ്രാജ്യത്തെയും തകർക്കും, ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഗുണകരമായി മാറുമെന്നും അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. ചൈനയ്ക്ക് ശേഷം അടുത്ത് വളർന്നു വരുന്ന ശക്തിയാണ് ഇന്ത്യ. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചൈനയുമായിട്ടൊരു ഏറ്റുമുട്ടൽ നടത്തുന്നതിന് പകരം സഹകരിച്ചു പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോകാം എന്ന ഒരു തീരുമാനത്തിലേക്ക് ട്രംപ് നിലവിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ഒരു പതനത്തിന്റെ ആരംഭം, അല്ലെങ്കിൽ പതനം ആരംഭിച്ചു കഴിഞ്ഞു എന്നതിന്റെ സൂചനയായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. ട്രംപ് അത്തരത്തിൽ ഇന്ന് ചൈനയിൽ നമ്മൾ നിൽക്കുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ കൃത്യമായ ചൈനീസ് ഡോമിനേഷൻ അവിടെയുണ്ട്. ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി ഊഹിക്കാം. ലോകത്ത് അമേരിക്കയെ നമ്പി നിന്നിരുന്ന രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ കാരണം കൂടിയാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ട്രംപിനെ കൊണ്ട് ഇനി കാര്യമില്ല. ചൈനയെ പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിൽ അമേരിക്ക കാര്യമായിട്ട് ഇടപെടില്ല ഇനി ഫ്യൂച്ചറിൽ. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ചൈനയുമായി നമുക്ക് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട്, ചൈന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഇന്ത്യ തീർച്ചയായിട്ടും ചൈനയ്ക്ക് സമീപത്തുള്ള ചൈനയുമായി പ്രശ്നങ്ങളുള്ള രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് അവർ കണക്കുകൂട്ടുന്നുണ്ട്. ജപ്പാനും ഫിലിപ്പീൻസും വിയറ്റ്നാമും അല്ലെങ്കിൽ മലേഷ്യയും ഒക്കെ, ഇന്തോനേഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ പ്രതീക്ഷയുടെ കണ്ണുകളോടെയാണ് ഇന്ന് ഇന്ത്യ നോക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.